ഇന്നതേ ഒരു അടിപൊളി ജ്ഞാനായ ഒത്തുകല്യാണോ മൈലാഞ്ചിടലും ആണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ മാളുവിൻ്റെ ഒത്തുകല്യാണമായിരുന്നു. ഇതാണ് ബ്രൈഡും ഗ്രൂമും. അപ്പോൾ അവർ ഫോട്ടോ സെഷനിലൊക്കെ നല്ല ബിസി ആയിരുന്നു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം ജസ്റ്റ് എൻഗേജ്മെൻറ്റ് അങ്ങ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഹാളിലേക്ക് ചെന്നു. സ്റ്റാർട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് അതൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ജെന്നി ആൻറ്റിയും മിട്ടും ജുവലും ബാക്കി എല്ലാ ആൻറ്റിമാരും കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, എടുത്ത് കുടിച്ചു, ഒന്ന് റിഫ്രഷ്ഡായി. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡും ഗ്രൂമും. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നു. പല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. ദോശയും മസാല ദോശയും ഓംലെറ്റും അപ്പവും സ്റ്റൂവും പാച്ചോറും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസും ചിക്കനും ബീഫും ചോറും കറികളും എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര ഗ്രാൻഡ് ഫുഡായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതേ വഴിപ്പുകല കൊടുക്കുന്ന ചടങ്ങാണ്. ഇതൊക്കെ ജ്ഞാനായക്കാരുടെ ഒരു പ്രത്യേക ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ട് വഴിപ്പുകല ഇതുപോലെ വഞ്ചിയുടെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നതാട്ടോ ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതേ മൈലാഞ്ചിടലിന് വേണ്ടിയിട്ട് നമ്മുടെ മാളു ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി വന്നു. അവിടെ നമ്മളതേ സ്റ്റേജൊക്കെ ഒരുക്കുകയാണ് കേട്ടോ മാളുവിന് ഇരിക്കാനുള്ളത്. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണ് ബ്രൈഡിനെ അങ്ങോട്ട് ആനയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ മണർക്കോലം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മണർക്കോലത്തിൽ ഇരുന്നതേ പെണ്ണിനെ അമ്മായിമാർ മൈലാഞ്ചി ഇടുവാണ്. ഞങ്ങൾ താഴെ ഇരുന്ന നല്ല ഓളം വെപ്പായിരുന്നു. ഗ്രാനായക്കാരുടെ കല്യാണത്തിൻ്റെ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റിയാണ് ഈ ഓളം വെപ്പ്. എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ അതേ മാർഗംകളിയും കാര്യങ്ങളൊക്കെ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മാളുവിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പിന്നെ ഡ്രസ്സ് മാറിയിട്ട് വരും. അങ്ങനെ മാറിയിട്ട് വന്നപ്പം ദേ മണർക്കോലം മെയിൻ സജ്ജീകരിച്ചു. ഇച്ചപ്പാട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഇങ്ങനെ താലമൊക്കെ പിടിച്ച് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. മാളുടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേ ഷാജിയങ്ങളാണ് കേട്ടോ തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് സഭയോട് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഇച്ചപ്പാട് കൊടുക്കുന്നത്. അപ്പം അതും ഭയങ്കര ഓളമുള്ള പരിപാടിയാണ്. ഗ്രാനക്കാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓളം വെപ്പാണ്. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണം, ആഘോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ കിണ്ടിയിൽ കോളാമ്പിലൊക്കെ ആയിട്ട് വെള്ളമൊക്കെ കൊടുത്ത് വെള്ളം വായൊക്കെ കഴുകിയതാ പലരും മാറി അപ്പാപ്പന്മാരെല്ലാവരും കൂടിയിട്ട് മാറിയിട്ടാണ് ഇച്ചപ്പാട് കൊടുക്കുന്നത് ഓർഡർ അനുസരിച്ച്. അപ്പോൾ എല്ലാവരും താഴെ ആൻറ്റിമാരൊക്കെ ഫുൾ വൈബാണ് കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും കൂടിയിട്ട് നന്നായിട്ട് ആഘോഷിച്ചു. നമുക്ക് നല്ലതായിട്ട് ആഘോഷിക്കാനുള്ളൊരിതുണ്ട്. എല്ലാവരും നല്ല ആ വൈബിലുള്ള കസിൻസും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. അതേ ജൂലൈ എല്ലാവരും സെലിബ്രേഷൻ കൂടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡാൻസൊക്കെ ഉണ്ട്. ഇച്ചപ്പാടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഡാൻസും ഓളം വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും അടുത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ പുറത്തിറങ്ങിയൊരു ചായയൊക്കെ ഉണ്ടായിരുന്നൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ രാത്രിയായപ്പോൾ വീട്ടിലോട്ട് പോയി.